മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലും ഇങ്ങനെ ചില ആളുകളുണ്ട്. ചില ആളുകൾ മാത്രമാണ് കേട്ടോ, എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത്. ചില ആളുകൾ അങ്ങനെയുണ്ട്. അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ കഴിയണം, അല്ലെങ്കിൽ അവർക്കൊരു താക്കീത് കൊടുക്കാൻ കഴിയണം, അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണം. എന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റ് ഇതിനോടകം ഒരുപാട് പേരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരിൽ നിന്നെല്ലാം എനിക്ക് മെസ്സേജും കോളും ഒക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പലരും ഉന്നയിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല, എന്തുകൊണ്ടാണ് അത് പരസ്യപ്പെടുത്താത്തത് എന്ന ചോദ്യമാണ്. അത് ആ വ്യക്തിയെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഫേവർ ചെയ്യാനോ അല്ല ആ പേര് പറയാതിരുന്നത്. അതിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ട്. ആ വ്യക്തിയുടെ കുടുംബം വെറുതെ അനാവശ്യമായി ആ പേര് പറയുമ്പോൾ ആ കുടുംബത്തിന് അതൊരു ഡാമേജ് ഉണ്ടാകുന്നു. സ്വന്തം മകൻ ചെയ്തൊരു തെറ്റിന് ആ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഒന്നും തന്നെ ശിക്ഷിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ അഡ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലും ഇങ്ങനെ ചില ആളുകളുണ്ട്. ചില ആളുകൾ മാത്രമാണ്. ഞാനിതൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോൾ തൽക്കാലം എന്തായാലും ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഒരു പേര് പറയാതിരിക്കുമ്പോൾ ഊഹിച്ചൊരു പേര് അങ്ങ് സങ്കല്പിച്ചെടുക്കുവാണ്. അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ വരുന്നു, വാർത്തകൾ വരുന്നു, ഈ സ്ഥാപനത്തിലെ കൺസൾട്ടിംഗ് എഡിറ്ററുടെ പേര് വരുന്നു. അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തി ഇങ്ങനെ ചെയ്തു എന്ന രീതിയിൽ ഒരുപാട് പോസ്റ്റുകൾ കണ്ടു. അതൊന്നും ശരിയായ കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പേര് പറയാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് തോന്നിയൊരു പേര് അങ്ങ് എടുത്തത് എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ കൺസൾട്ടിംഗ് എഡിറ്ററോ അല്ലെങ്കിൽ ഈ എഡിറ്റോറിയൽ അംഗങ്ങളോ ആരും തന്നെയല്ല. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു, ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്, ഡെസ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇനിയും എന്നെ പോലെ തന്നെ ഒരുപാട് പേര് അവിടെ ജോലിക്ക് വരും, അല്ലെങ്കിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ അവിടെ സേഫായി വർക്ക് ചെയ്യാനൊരു എൻവയൺമെന്റ് ഉണ്ടാവണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.